പത്ലുവിന്റെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? ഇതാ കണ്ടില്ലേ എന്റെ പുതിയ കാറ്. കൊള്ളാമോ? കൊള്ളാലോ, അഭിനന്ദനങ്ങൾ. നല്ല അടിപൊളി കാറാണല്ലോ. ഞാൻ ഈ കാറ് നിങ്ങളെ രണ്ടുപേരെ ഏൽപ്പിക്കുകയാണ്. അടിപൊളി. അതെ, താങ്ക് യു, നന്ദി ഒരുപാടുണ്ട്. മുകളിലുള്ള ദൈവം നിങ്ങൾക്കെല്ലാം നല്ലതും വരുത്തട്ടെ. അങ്ങ് വളരെ ദയാശീലനും മഹാനും ധനവാനും സർവോപരി നല്ലൊരു മനുഷ്യനുമാണ്. എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെറുപിറുക്കുന്നേ? ഞാനൊരു ജോലിയായിട്ട് കുറച്ച് സമയം ഇവിടെ ഉണ്ടാവില്ല. എന്ത്? സൂക്ഷിക്കാനോ? അതെ, ഞാനൊരു ജോലിക്കാരിയായിട്ട് പുറത്തു പോവാ. വൈകുന്നേരം തിരിച്ചു വരും. ഇത് പുതിയ കാർ ആയതുകൊണ്ട് അങ്ങനെ വഴിയിലിട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ. കാറിൽ എന്തെങ്കിലും പോറല് വീണാൽ നിങ്ങളുടെ മുഖത്ത് 1000 പോറല് വരും. മനസ്സിലായോ? മനസ്സിലായി. പത്തലു, ഈ കാറിനകത്തൊന്ന് കേറി ഇരുന്ന് നോക്ക്, എന്ത് രസമാണെന്ന്. പത്തലു വരൂ, നമുക്കൊന്ന് കറങ്ങി വെച്ചും വരാം. ഇതെങ്ങനെ ബോക്സർ അറിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒരു റൗണ്ട് കറങ്ങുമ്പോഴേക്കും നമ്മളെ ഒരു റൗണ്ട് എടുത്തിട്ട് കറക്കും. ജീവിതത്തിൽ ഇതുപോലെ ഒരു വണ്ടി ഓടിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ആവശ്യമില്ലാതെ നീ ഓരോന്ന് പറഞ്ഞ് എന്റെ ഈ ആത്മവിശ്വാസം ഇല്ലാതാക്കാതെ പത്തലു. ഇങ്ങനെ ഒരു അവസരം നമുക്കിനി കിട്ടിയെന്ന് വരില്ല. ഇത് കണ്ടോ, ഇങ്ങനെയാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആരുടെ കഴിവാ? മുകളിലിരിക്കുന്നവന്റെ. ഇങ്ങനെയാണ് കാർ ഓടിക്കുക. ആരുടെ കഴിവാ? മുകളിലിരിക്കുന്നവന്റെ തന്നെ. ഇപ്പൊ നമ്മൾ ഈ കാർ ഓടിക്കുന്നതും ആ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാ പത്തലു. മനസ്സിലായോ? നമുക്കൊന്ന് കറങ്ങി വെച്ചു വരാം. എനിക്കറിയില്ല, എന്റെ മനസ്സ് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാന റൗണ്ട് ആയിരിക്കും എന്നാ തോന്നുന്നത്. ആഹാ, എന്ത് നല്ല മണം. എന്നാ വരൂ, നല്ല ചൂടുള്ള സമൂസ കഴിക്കാം. എന്റെ പൊന്നു മോട്ടോ, ആദ്യം ഈ കാറൊന്ന് പാർക്ക് ചെയ്യാൻ നോക്ക്. സ്ഥലവും കാണുന്നില്ല. എന്താ ചേട്ടാ, കാറാണോ കാലവണ്ടിയാണോ ഓടിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും റേസ് വെക്കാം. അത് നല്ല രസം ഉണ്ടാവും. മിണ്ടാതിരിയടാ, നിന്നെ പണിയെ നോക്കി പോയിക്കോ. നിങ്ങളുടെ കാലവണ്ടിയേക്കാളും എന്റെ സൈക്കിൾ തന്നെ അടിപൊളി. എന്നാ നമുക്കൊന്ന് റേസ് വെച്ച് നോക്കിയാലോ? വാ വാ വാ. അതാണോ കാര്യം? എന്നാ ഒരു കൈ നോക്കാം. 1 2 3. എന്റെ പൊന്നു മോട്ടോ, റേസിങ്ങിന് പോകണ്ട. ബോക്സർ എങ്ങാനും കണ്ടാലുണ്ടല്ലോ. എന്റെ പത്തലു, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. പൊടി പിള്ളേരൊക്കെയാ എന്നെ വെല്ലുവിളിച്ചിട്ട് പോകുന്നത്. പൊളിച്ചു. ആ വെല്ലുവിളിച്ചവൻ എവിടെ കാണുന്നില്ലല്ലോ. അല്ല, പോലീസ് വരുന്നുണ്ടല്ലോ. പോലീസോ? വരട്ടെ. ആ പോലീസിനെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മോട്ടോവിനെ പോലെ ഒരാൾ അയാൾ കണ്ടു കാണില്ല. ഇങ്ങ് വരട്ടെ. എന്റെ മോട്ടോ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ പോലീസുകാരോട് വെല്ലുവിളിക്കാൻ പോകുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഓ, എന്നെ പോലെ നീയും ഡയലോഗ് പറഞ്ഞു തുടങ്ങിയോ? വണ്ടി നിർത്ത, ചിങ്കൻ സാർ പിന്നിലുണ്ട്. സ്പീഡ് കൂട്ടണ്ട. ഇപ്പൊ കാണിച്ചരാ. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ഹൈലി ഇംപോസിബിൾ. ഒടുവിൽ നിങ്ങളെ ഞാൻ പിടിച്ചു കഴിഞ്ഞു. ഇനി പറ, നിങ്ങൾ എന്താ എന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കിയത്? രക്ഷപ്പെടാൻ നോക്കിയതല്ല, ഞങ്ങൾ ഇവിടെ കറങ്ങാൻ ഇറങ്ങിയതാ. ഓ, എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വണ്ടി ഓവർ സ്പീഡിൽ ഓടിച്ചത്? ഏതായാലും നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ഞാനത് നടപ്പിലാക്കും. 300 രൂപ എടുക്കൂ. 300? 400? 400? പക്ഷേ 500? എന്താ അങ്കിൾ, എത്ര ചിക്കന് കയ്യിന്ന് പോയി? ഇപ്പൊ മനസ്സിലായില്ലേ, അങ്കിളുടെ കാറിനേക്കാളും എന്റെ സൈക്കിളാണ് ബെസ്റ്റ് എന്ന്. കാറിനെ കുറിച്ച് വലിയ വർത്താനായിരുന്നല്ലോ. ഓവർ സ്പീഡ് ചെല്ലാനൊന്നും എനിക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. എടാ ചെറുക്കാൻ മിണ്ടാതെ പോയിക്കോ, അല്ലെങ്കിൽ തല്ല് മേടിക്കും നീ. നീ വെല്ലുവിളിച്ചത് കൊണ്ട് എന്നെ 500 രൂപ പോയത്. അങ്കിൾ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? അങ്കിൾ ഇങ്ങോട്ട് വാ, ചൂട് സമോസയും ജിലേബിയും ഞാൻ വാങ്ങിച്ചു തരാം. വാ വാ. ശരിക്കും നീ സമൂസ വാങ്ങിച്ചു തരുവോ? ആ, ഞാൻ വാങ്ങിച്ചു തരാം. നീ എത്ര നല്ല കുട്ടിയാ. വരൂ, വേഗം വരൂ.
പെട്ടെന്ന് 3 പ്ലേറ്റ് സമൂസ എടുത്തേ. ആദ്യം പഴയ പറ്റൊക്കെ അടച്ചു തീർക്ക്, എന്നിട്ട് സമോസ തിന്നോ. സമൂസയുടെ പൈസയൊക്കെ ദേ ഇവൻ തരും. ചക്കരക്കുട്ട, നിന്റെ പേരെന്താ? സോണു, ഞാനിപ്പോ അങ്കിളുടെ ചെറിയ ചക്കരക്കുട്ടൻ സോണു. എന്ത് രസമുള്ള പേരാ. വേണ്ട 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 വേണ്ട, ഞാൻ തരാം. അങ്കിളുടെ കൈ എന്തിനാ വെറുതെ വൃത്തികേടാക്കുന്നേ? ഞാൻ വാരി തരാന്നേ. ആ, നിന്നെ പോലെയുള്ള കുട്ടികളെ ഒന്നും ദൈവം ഇപ്പൊ സൃഷ്ടിക്കുന്നില്ലല്ലോടാ. കലികാലം ആയതുകൊണ്ടാ. ആഹാ, വയറിന് എന്തൊരു സുഖം. മോട്ടോ, എനിക്ക് ഈ ചെറുക്കനെ യാതൊരു വിശ്വാസമില്ല. ഇവൻ നമുക്കിട്ട് വീണ്ടും പണിയോന്നാ തോന്നുന്നേ. നീ എന്തായി പറയുന്നത്? ഒരു ചെറിയ കുട്ടിയെ പോയി സംശയിക്കുന്നല്ലോ. അതെ, കുട്ടികളൊക്കെ ഈശ്വരന്റെ പ്രതിരൂപമെന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ? 50 രൂപ ഇങ്ങെടുക്ക്. സോനുകുട്ടാ, അവനൊരു 50 രൂപ കൊടുക്ക് കേട്ടോ. 50 രൂപയോ? 50 രൂപ പോയിട്ട് 50 പൈസ പോലും എന്റെ അടുത്തില്ല. എന്ത്? നീ അല്ലേ പറഞ്ഞത് സമൂസ വാങ്ങിച്ചു തരാന്ന്? അതിന് ഞാൻ വാങ്ങിച്ചു തന്നല്ലോ. ദാ ബാക്കി ഒരെണ്ണം കൂടി ഉണ്ട്, കഴിച്ചോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ചെറുക്കനെ വിശ്വസിക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? എന്തിനാന്നറിയില്ല ദൈവങ്ങൾ ഇതുപോലത്തെ കുരുത്തം കെട്ടവന്മാരെ സൃഷ്ടിക്കുന്നത്. അങ്കിളെ, വെറുതെ എന്നോട് ചൂടാവല്ലേ. അങ്കിളുടെ കാറിന്റെ കാര്യം ആദ്യം എന്തായിന്ന് പോയി നോക്ക്. ഏ? ചേട്ടാ, ഒന്ന് നിർത്തേ. അതെ, നിക്ക് നിക്ക്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ ഒരു സമൂസ കൊണ്ട് ചേട്ടൻ അമ്പാനി ഒന്നും ആവാൻ പോകുന്നില്ലല്ലോ. അതിങ്ങത്താ, ഞാൻ കഴിച്ചോളാം. അവിടെ നിർത്താനാ പറഞ്ഞത്. വണ്ടി അതെ, അവിടെ നിക്ക്, അവിടെ നിക്ക്. കള്ളൻ കള്ളൻ, അവിടെ നിക്ക്. ഞാൻ വെറുതെ വിടില്ല. എന്റെ ചേട്ടാ, അത് ഞങ്ങളുടെ വണ്ടിയല്ല, ആ ബോക്സറിന്റെ വണ്ടിയാ. അയാളെങ്ങാനും അറിഞ്ഞാ ഞങ്ങളെ ഇടിച്ച് സൂപ്പാക്കും. പത്തില് പിടിച്ചോണ്. ഓ, പോലീസിന്റെ വേഷത്തിലാണ് മോഷ്ടിക്കാൻ നടക്കുന്നത്. അല്ല, നീ എന്താ കരുതിയേ? നിന്നെ പിടിക്കാൻ പറ്റൂലെന്നോ? മര്യാദക്ക് ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ അടുത്തേക്ക് നടക്ക. നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തു, ഞാൻ അപ്പൊ തന്നെ വന്നു. എന്റെ പൊന്നു ചിങ്കം സാറേ, ഇവൻ ഞങ്ങളുടെ കാറ് മോഷ്ടിച്ചു പോവുമായിരുന്നു. നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. നിങ്ങൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് നോ പാർക്കിങ്ങിലാണ്. അതിനുള്ള പിഴ 300 രൂപ. അല്ല, വീണ്ടും 300 രൂപയോ? ഇതിനു മുമ്പ് 500 തന്നതാണല്ലോ. 400. അല്ല, ഇത് എന്തൊരു പകൽ കൊള്ളയാണ്. ഞങ്ങളുടെ പൈസ വെച്ചാണോ സാറ് വീട്ടിലെ ചെലവൊക്കെ നടത്തുന്നേ? 500. എന്താ ഇത്? സാറേ, ഇന്ന ഇത് വെച്ചോളൂ. ഇതെന്താണ്? 500. ഹലോ അങ്കിൾ, നിങ്ങളുടെ കാലവണ്ടിയേക്കാളും എന്റെ സൈക്കിളാണ് ബെസ്റ്റ് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എവിടെ വേണമെങ്കിലും പാർക്കിംഗ് ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല. എടോ, അസുരവിത്ത വീണ്ടും ചൊറിയാൻ വരുന്നു. മര്യാദക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്നെ കയ്യിന്ന് വാങ്ങുന്നേ. ഇൻസ്പെക്ടർ സാറിന്റെ മുമ്പ് പിള്ളേരടിച്ചാലേ ബാലപീഡനത്തിന് കേസെടുത്ത് ജയിലിലടയ്ക്കും. മോട്ടോ, നമുക്ക് പോവാം. ഇന്നത്തെ ദിവസം അത്രയ്ക്ക് ശരിയല്ല. മോട്ടോ, ഇതെനിക്ക് ഒറ്റയ്ക്ക് തള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിക്ക്, ഞാനും വരാം. കണ്ടാ, ഞാൻ വന്ന് ഉന്തിയപ്പം ആ കാറ് പോകുന്നത്. അല്ല, ഇപ്പൊ ആ കാർ എവിടേക്കാ പോകുന്നേ? എന്റെ പത്തിലും ചെന്നതിന് വേഗം പിടിക്കടാ. എന്റെ പൊന്നു മോട്ടോ, ഒന്ന് വേഗം ഓടി വാ, നമുക്ക് ആ വണ്ടിയെ പിടിക്കാം. എടാ, വേഗം ചെന്ന് പിടിക്കാൻ. എന്നെ കൊണ്ട് ഓടാൻ പറ്റാത്തത് കൊണ്ടല്ലേ നിന്നോട് ചെന്ന് പിടിക്കാൻ പറയുന്നേ. മോട്ടോ, വേഗം ചാടി കയറാൻ നോക്ക്. ഞാൻ പറഞ്ഞത് കാറിന്റെ അകത്തേക്ക് ചാടി കയറാനാ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ.
മോട്ടോ ഇതെങ്ങനെ ബോക്സർ കണ്ട നമ്മുടെ കാര്യം കട്ട പോകയാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കൂല എന്നുള്ള കാര്യം നിനക്ക് അറിയൂലേ? നിനക്ക് വിശന്നില്ലെങ്കിലും പ്രവർത്തിക്കാറില്ല. എന്റെ മോട്ടോ ഈ കാറ് പാർട്സ് ആയ പോലെ തന്നെ നമ്മളെ ആ ബോക്സർ പാർട്സ് ആക്കുന്നുള്ളത് ഉറപ്പാ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരുപക്ഷെ നീ രക്ഷപ്പെട്ട. എങ്ങനെയെങ്കിലും എന്നെ ആ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് എത്തിക്കണേടാ പത്തലു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാറൊന്ന് ശരിയാക്കി എടുക്കാന്നേ. ആ ബോക്സർ വരുന്നതിന് മുമ്പ് ഈ കാർ എങ്ങനെയെങ്കിലും റെഡിയാക്കണം. ഓ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കാറ് തുടച്ച് വൃത്തിയാക്കുകയാണോ? വളരെ നന്ദി, നിങ്ങളുടെ നല്ല മനസ്സാ. ഇത് ഞങ്ങളുടെ കടമയല്ലേ. അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കാൻ? ശരി, കേറ്. നമുക്ക് 3 പേർക്ക് ഈ കാറിലൊരു ദീർഘയാത്ര നടത്തിയിട്ട് വരാം. വേണ്ട ബോക്സറേട്ടാ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ദൂരയാത്ര ഒന്നും ചെയ്യരുതെന്ന്. ചേട്ടൻ പോയിക്കോ. മോട്ടു പത്തലു, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇതെന്താണ് എന്റെ കാറിന് സംഭവിച്ചത്? നിക്കാനാ പറഞ്ഞ.